ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഇപ്പൊ നമ്മുടെ HSA സോഷ്യൽ സയൻസ് വിജ്ഞാപനം വന്നു. ഉദ്യോഗാർത്ഥികളെല്ലാം അത്യാവശ്യം പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണിത്. എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് സർവീസിൽ കയറാം എന്നുള്ള ഒരു ചോദ്യം ഉദ്യോഗാർത്ഥികളുടെ ഇടയിലുണ്ട്. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജ്ഞാപനം, എത്ര പേര് ഓരോ ജില്ലകളിൽ എഴുതി, എത്രയായിരുന്നു അവിടുത്തെ കട്ട് ഓഫ്, എത്ര പേര് ലിസ്റ്റിലുണ്ട്, എത്ര പേർക്ക് ജോലി കിട്ടി, ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നത് 14 ജില്ലകളിലെയും എത്ര ആപ്ലിക്കേഷൻസ് കിട്ടി, അത് ജില്ലകളിലെ കട്ട് ഓഫ്, സപ്ലിമെന്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും കൂടി ഇൻക്ലൂഡ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ് ആദ്യം കിടക്കുന്നത്. ബ്രാക്കറ്റിൽ കിടക്കുന്ന മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് എത്ര പോയി. ഓക്കെ, അപ്പം തിരുവനന്തപുരം ജില്ലയിൽ 1898 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തിരുന്നത്. കട്ട് ഓഫ് 39.67. 98 പേര് മെയിൻ ലിസ്റ്റിൽ കയറി. അതിൽ 22 പേർക്ക് നമുക്ക് അഡ്വൈസ് പോയി. 2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2026 വരെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. അപ്പൊ റാങ്ക് ലിസ്റ്റ് റണ്ണിംഗ് ആണ്. ഇപ്പോഴും അവിടുന്ന് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. ഓക്കെ, കൊല്ലം ജില്ല ടോട്ടൽ നമ്പർ ഓഫ് കണ്ടസ്റ്റൻസ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. 39.33 ആയിരുന്നു കട്ട് ഓഫ്. 215 ടോട്ടൽ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലുണ്ട്. 99 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 23 പേർക്ക് അഡ്വൈസ് പോയി. പത്തനംതിട്ട ജില്ലയിൽ 369 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കണ്ടോ, 369 പേര്. 20 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. 6 പേര് എന്തിൽ വന്നു? അഡ്വൈസിൽ വന്നു. അപ്പൊ 369 പേരോട് മാത്രമാണ് നമ്മൾ മത്സരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഹൈലൈറ്റ്. ആലപ്പുഴ ജില്ലയിൽ 446 പേര്. 36 ആയിരുന്നു കട്ട് ഓഫ്. അവിടെയായിരുന്നു കമ്പാരിറ്റീവ്ലി ഹയർ കട്ട് ഓഫിൽ വന്ന ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയായിരുന്നു. 36 ആയിരുന്നു കട്ട് ഓഫ്. 26 പേര് മെയിൻ ലിസ്റ്റിൽ. അതിൽ 22 പേർക്ക് ജോലി കിട്ടി. കണ്ടോ, 26 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, 22 പേരോളം. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. ടേണും കാര്യങ്ങളൊക്കെ നോക്കണം. എങ്കിൽ പോലും അടുത്ത ഒരു 26 കൂടി ആ റാങ്ക് ലിസ്റ്റ് തീരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോട്ടയം ജില്ലയിൽ 623 പേരാണ് അപ്ലൈ ചെയ്തത്. 34.67 കട്ട് ഓഫ്. 22 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 11 പേർക്കാണ് നമ്മൾക്ക് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്. കോട്ടയം ജില്ല എന്ന് പറയുന്നത് CCക്ക് വളരെ പ്രിയപ്പെട്ട ജില്ലയാണ്. കാരണം ആ ഒരു 22 പേരിൽ ഏകദേശം 6-7 പേര് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അപ്പൊ റാബിയത്തിന്റെയൊക്കെ ഇന്റർവ്യൂ, റാബിയത്ത്, രേണുക, ഇവരുടെയൊക്കെ ഇന്റർവ്യൂ ഓൾറെഡി നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണേണ്ടതാണ്. കാരണം HSA അധ്യാപകരായിട്ട് ഇന്ന് ജോലി ചെയ്യുന്നതിൽ ഒരാളാണ് റാബിയത്ത്. റാബിയത്തിന്റെ സ്റ്റോറിയൊക്കെ നല്ല രസകരമായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നതാണ്. അത് കാണുക. പിന്നെ എറണാകുളം ജില്ല 1399 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. 40 ആയിരുന്നു കട്ട് ഓഫ്. 124 ടോട്ടൽ ലിസ്റ്റിൽ വന്നു. 49 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 16 പേർക്ക് അഡ്വൈസ് പോയി. ഇടുക്കി 518 കട്ട് ഓഫ്. 37.33 മെയിൻ ലിസ്റ്റിൽ 30 പേർക്ക്. 4 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല 1814 41.33 73 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 19 പേർക്ക് അഡ്വൈസ് പോയി. പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് 42.67. 100 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 42 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. മലപ്പുറം ജില്ല 4591 42 അവിടെ കട്ട് ഓഫ് വന്നത്. 247 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 57 പേർക്ക് അഡ്വൈസ് പോയി. കോഴിക്കോട് ജില്ല 2381 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. 43 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. 266 പേരിൽ 119 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ 33 പേർക്കാണ് ഇപ്പൊ അഡ്വൈസ് പോയിരിക്കുന്നത്. കണ്ണൂർ ജില്ല 1889 ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തതിൽ 42.3 ആയിരുന്നു കട്ട് ഓഫ്. 107 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 28 പേര് അഡ്വൈസ് നേടിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ല 1970 പേരുണ്ടായിരുന്നു. 43.67 ആയിരുന്നു കട്ട് ഓഫ്. 274 പേര് ടോട്ടൽ ഉണ്ടായിരുന്നതിൽ 120 പേര് മെയിൻ ലിസ്റ്റിലാണ്. 29 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. വയനാട് ജില്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ 805 പേരാണ് ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. 36 ആയിരുന്നു കട്ട് ഓഫ്. 70 പേരാണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 9 പേർക്ക് അഡ്വൈസ് പോയി. ഇവിടെ നമുക്ക് നമ്മുടെ ടോട്ടൽ കട്ട് ഓഫിന്റെ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33.67 43.67 ഇടയിലായിരിക്കും നമ്മളുടെ കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഇപ്രാവശ്യം നമുക്കതൊന്ന് ഇത്തിരി കൂടെ കൂട്ടുവാണ്, അല്ലെങ്കിൽ കട്ട് ഓഫ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 5 മാർക്ക് നമുക്കൊന്ന് കൂട്ടാം. 5 മാർക്കൊന്നും കൂടും എന്നല്ല കേട്ടോ. എങ്കിൽ തന്നെ മാക്സിമം മാർക്ക് വരുന്നത്, മാക്സിമം നിങ്ങൾ 100 മാർക്കിൽ സ്കോർ ചെയ്യേണ്ടത് 48.67. 49 50 മാർക്ക് കൂട്ടും അല്ലെ. 49 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് കൂട്ടിയാൽ പോലും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള മാർക്ക് എന്ന് പറയുന്നത് ഈ കട്ട് ഓഫ് ആണ്. ഇനി ഇതിൽ ഈ ഒരു അഡ്വൈസിന്റെ കൗണ്ടൊക്കെ നോക്കി ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഒരുപാട് അനുമാനങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ എത്ര വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്?
ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ആ ഒരു വേക്കൻസി നിങ്ങൾക്കുള്ളതാണ്. ഇനി HSA സോഷ്യൽ സയൻസുകാരുടെ അഡ്വാൻറ്റേജ് മറ്റുള്ള HSA വിഭാഗക്കാരുമായിട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? HSA സോഷ്യൽ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം ജനറൽ പേപ്പർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം പല കാര്യങ്ങളും നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് HSA ജനറൽ പേപ്പറിൽ വരുന്നത്. അതേസമയം ഇപ്പോൾ ഇംഗ്ലീഷുകാരെയാണെങ്കിലും മലയാളംകാരാണെങ്കിലും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്ട്രാ എഫേർട്ട് എവിടെ ഇടാം? നമ്മളുടെ ജനറൽ പേപ്പറിൽ ഇടണം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ജനറൽ പേപ്പറിൽ വരുന്നത്. ടീച്ചിങ് മെത്തഡോളജിയും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും പഠിക്കുന്ന കാര്യങ്ങളാണ് മെജോറിറ്റിയും അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മൾക്ക് മാക്സിമം വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 48ആണ്. റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ മതിയോ? ജോലി വേണ്ടേ? തീർച്ചയായിട്ടും വേണം. PG നിർബന്ധമല്ലാത്ത ലാസ്റ്റ് HSA ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര മാർക്കിന് പഠിക്കണം എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേഷൻ വേണം. ഒരു സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ട മാർക്ക് നിങ്ങളുടെ ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് ബേസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ഞാൻ റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. എനിക്ക് ജോലി കിട്ടി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും, നേടുന്ന ഓരോ മാർക്കും, നഷ്ടപ്പെടുന്ന 0.33 മാർക്കുകൾ ഓരോന്നും വളരെ വളരെ വിലപ്പെട്ടതാണ്. HSA സിലബസ് മാറുമോ എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് അത് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമല്ല. നിങ്ങളുടെ പഴയ സിലബസും ഇനിയൊരു പുതിയ സിലബസ് വരുവാണെങ്കിൽ തന്നെ എത്രത്തോളം പുതിയ കാര്യങ്ങൾ അവിടെ അഡീഷണൽ ഉണ്ടാവും? എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും, ശരിയല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുക. ജൂൺ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ പറയാനുള്ള ഏറ്റവും വലിയൊരു അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ മാർക്കൊന്നുമല്ല, 50 മാർക്കിന് താഴെ വരുള്ളൂ കട്ട് ഓഫ്. 50 മാർക്കൊന്നും വരില്ല, 45 മാർക്കിന് താഴേക്ക് നമ്മുടെ കട്ട് ഓഫ് ഏറ്റവും കൂടുതലുള്ള ജില്ലകളിൽ പോലും വരുള്ളൂ. ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്ത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആശംസ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, പഠിക്കുക. ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായാൽ മതി. പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. ഒരുപാട് നെഗറ്റീവ്സിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയേണ്ട കാര്യം നിങ്ങൾക്കിപ്പോൾ ഇല്ല. നന്നായിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ കേറ്റഡ് കാറ്റഗറി 3 കഴിഞ്ഞ ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സോഷ്യൽ സയൻസ് അല്ലാതെ മറ്റുള്ള വിഷയത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാത്തൊരു പ്രിവിലേജാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ കേറ്റഡ് കാറ്റഗറി 3 കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാൻ പറ്റും? HSA എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയെങ്കിൽ അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ എക്സ്പേർട്ട് ടീച്ചിങ് പാനൽ എന്ന് പറയുന്നത്. ഇവരെല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇനി എബിൻ സർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റാങ്ക് ഹോൾഡറാണ്, HSSC റാങ്ക് ഹോൾഡറാണ്. ഷാലിമ മിസ് റാങ്ക് ഹോൾഡറാണ്. സിയാദ് സാറാണ് മെൻഡർ. ഇവരെല്ലാം മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മുടെ ആശാ മിസ്സും ഉണ്ട്. സോ HSA സോഷ്യൽ സയൻസ് ഉറപ്പാണ് ഇവരെ നിങ്ങളെ അധ്യാപകരാക്കും എന്നുള്ളത്. അല്ലെങ്കിൽ CC നിങ്ങളെ HSA സോഷ്യൽ സയൻസ് അധ്യാപക തസ്തികയിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യ റാങ്കുകൾ മാത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. HSA സോഷ്യൽ സയൻസിലെ മാത്രം ആദ്യ റാങ്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. 6ാം റാങ്ക് മുതൽ അങ്ങോട്ട് എല്ലാ റാങ്കുകളിലും നമ്മളുണ്ട്. ഇനി ഇവരിൽ ഒരുപാട് പേരുടെ സ്റ്റോറി നമ്മുടെ ചാനലുണ്ട്. റാബിയത്തിൻ്റെയും രേണുകയുടെ ഒക്കെ സ്റ്റോറി നമ്മുടെ ചാനലുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ കാണുക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. നന്നായി പഠിച്ചാൽ ജോലി ഉറപ്പാണ്. CCയോടൊപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പഠിക്കാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെയാണ് HSA ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ടൊരു റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് കേരളത്തിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. HSA ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ടൊരു റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്രയധികം റാങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾക്കൊരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 300-ലധികം ഉദ്യോഗാർത്ഥികളാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ സർവീസിലേക്ക് HSA അധ്യാപകരായിട്ട് തന്നെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അധ്യാപകരുടെ ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഒറ്റ വാക്ക് CC തന്നെയാണ്. ഇങ്ങ് പോന്നോടുക, ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ പഠിച്ചു തുടങ്ങുക. എല്ലാ കാര്യങ്ങൾക്കുമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ ബാച്ച് HSA സോഷ്യൽ സയൻസിൻ്റെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ബോർഡ് നമ്പർ 8589083568 പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ലക്ഷ്യം റിസൾട്ടാണ്. നമ്മുടെ രണ്ടുപേരുടെയും, അല്ലെ, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം റിസൾട്ടാണ്. നമ്മളത് നേടിയിരിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്നായിട്ട് തന്നെ പഠിക്കുക. താങ്ക് യു.